अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमत अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। आज आप ഇന്ന് നിങ്ങൾ ജൽസ സാലാന UK-യിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജലസയുടെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ അറിവും നിങ്ങളുടെ ആത്മീയവും പ്രവർത്തന രീതികളിലും ഔന്നത്യം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ എൻ്റെ പ്രഭാഷണത്തിൽ ഹദ്റത്ത് മസീഹ മഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജലസയുടെ ഉദ്ദേശം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. അല്ലാഹു തആല സ്ത്രീകളെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഉന്നതമായൊരു സ്ഥാനം നൽകിയിരിക്കുന്നു. ഓരോ സ്ത്രീയും അത് മനസ്സിൽ വയ്ക്കുകയും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരായി തീരുകയും ചെയ്താൽ തങ്ങളുടെ അവസ്ഥകളെ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം കുട്ടികളുടെ കടമകൾ നിറവേറ്റുന്നവരും അവർക്ക് ശരിയായ നിലയിൽ തർബിയത്ത് നൽകുന്നവരും ഇസ്ലാം അവർക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നവരുമാവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിപ്ലവം കൊണ്ടുവരുന്നവരായിത്തീരുകയും തങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലും വലിയൊരു വിപ്ലവം കൊണ്ടുവരുന്നവരായിത്തീരുകയും ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ജമാഅത്തിൻ്റെ പുരോഗതിക്ക് വളരെ പ്രധാനപ്പെട്ട സുത്യർഹമായ സേവനം അറിയിക്കുന്ന നിലയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയും. ചില പെൺകുട്ടികൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ നേടുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം ജമാഅത്തിന് എങ്ങനെ പ്രയോജനകരമായി തീരാം? നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും ഏത് ഫീൽഡിലാണെങ്കിലും വീടുകളിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ ജമാഅത്തിന് പ്രയോജനകരമായി ഉള്ളവരായിത്തീരാൻ കഴിയും. നിങ്ങളിലുള്ള യൗവനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ പെൺകുട്ടികളുടെ ഉമ്മമാർ, അല്ലെങ്കിൽ വരാനുള്ള തലമുറയുടെ ഉമ്മമാരാകുന്ന പെൺകുട്ടികൾ, അവരൊക്കെ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ചരിച്ചുകൊണ്ട് സ്വയം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ആത്മീയവും ദീനീപരവും ഭൗതികപരവുമായ അറിവുകൾ കരസ്ഥമാക്കുകയും ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടവരാണ്. അതിനായിക്കൊണ്ട് ഇസ്ലാമിക മാർഗങ്ങളിൽ ചലിച്ചുകൊണ്ട് നമ്മുടെ തലമുറകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടതിനോടൊപ്പം തന്നെ ജമാഅത്തിൻ്റെ പുരോഗതിക്കുള്ള പ്രധാന കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായി നിങ്ങൾ തീരേണ്ടതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരാറുണ്ട്. ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളുടെ ലക്ഷ്യത്തെ, നമ്മുടെ ഉദ്ദേശത്തെ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയും
അതിനെ ഒരിക്കലും മറക്കാതിരിക്കുകയും ജമാഅത്തിൻ്റെ പുരോഗതിക്ക് നമ്മളാലാകുന്ന സേവനങ്ങൾ ചെയ്യുവാനും നമ്മുടെ തലമുറകളെ നല്ലൊരു തലമുറയായി വാർത്തെടുക്കുന്നതിനും വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും എപ്പോഴും നമ്മുടെ മുമ്പിൽ ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാഹു തആല സ്ത്രീകൾക്ക് ഉന്നതമായ സ്ഥാനം നൽകിയിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ മനോഹരമായ നിലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നു സ്ത്രീകളുടെ കടമകളെ സംബന്ധിച്ച്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കണ്ടുവരുന്നത് എന്താണ്? സ്ത്രീകൾ അർഹിക്കുന്ന ആ ബഹുമാനവും ആദരവും അവർക്ക് നൽകുന്നില്ല, അവരുടെ കടമകൾ നിറവേറ്റപ്പെടുന്നില്ല. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതരുത്. സ്ത്രീകൾ ഏറ്റവും തരംതാണവരായിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കരുത്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിരിക്കുന്നത് ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. ഭാര്യമാരോട് നല്ല പെരുമാറ്റവും ഉന്നതമായ സ്വഭാവഗുണങ്ങളും പ്രകടിപ്പിക്കാത്തവൻ അവനൊരിക്കലും നന്മയുള്ളവനല്ല. മറ്റുള്ളവരോട് ആർക്കും നന്മ പ്രവർത്തിക്കാൻ കഴിയും, പക്ഷേ സ്വന്തം ഭാര്യയോട് നല്ല പെരുമാറ്റം കാഴ്ചവെക്കാത്തവൻ ഒരിക്കലും നന്മയിൽ ചലിക്കുന്നവനല്ല. പലപ്പോഴും കണ്ടുവരുന്നത് ദേഷ്യത്തിൽ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ സ്ത്രീകളോട് മർദ്ദിക്കുകയും സ്ത്രീകൾക്ക് പരിക്കുകൾ ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ പലപ്പോഴും അവർ മരിക്കാൻ തന്നെ ഇടയാവുകയും ചെയ്യുന്നു അക്രമങ്ങൾ കാരണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് ഏറ്റവും ഉത്തമമായ നിലയിൽ പെരുമാറുക. അഥവാ അവരിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വരികയാണെങ്കിൽ ഈ കാര്യം സ്ത്രീകളുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കേണ്ടതാണ്. ഞാൻ പുരുഷനെന്ന നിലയിൽ ദീനിന് വിരുദ്ധമായ ഒരു കാര്യമൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ ബലഹീനതകൾ കണ്ട് അത് മറച്ചു വയ്ക്കാൻ കഴിയാത്തവനായിരിക്കരുത് പുരുഷൻ. എത്ര ഉന്നതമായ അധ്യാപനമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ മുമ്പിലുള്ളത്. മനുഷ്യൻ നന്മകൾ എങ്ങനെ പ്രവർത്തിക്കും? പലപ്പോഴും പരാതികൾ വരാറുണ്ട്, പല സ്ത്രീകളും എനിക്ക് എഴുതാറുണ്ട്. പുറത്ത് ജമാഅത്തിൻ്റെ ജോലിയിൽ ആളുകളുടെ മുന്നിൽ വളരെ മാന്യനാണെന്ന് അവർ കരുതപ്പെടുന്നു. ഇദ്ദേഹത്തെ പോലെ നല്ലൊരു പെരുമാറ്റമുള്ള ആൾ വേറെ ആരുമില്ല, നല്ല സ്വഭാവ ഗുണങ്ങളുടെ ഉടമയാണ് എന്നൊക്കെ ആളുകൾ പറയുന്നു. പക്ഷേ അയാൾ തന്നെ സ്വന്തം കുടുംബത്തിന് മേൽ വലിയ ഭീഷണിയായിരിക്കും. സ്ത്രീകളുടെ കടമകൾ നിറവേറ്റുന്നില്ല, മക്കളുടെ കടമകൾ നിറവേറ്റുന്നില്ല, എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹു തആല പറയുന്നു, സ്ത്രീകളോട് ഏറ്റവും നന്മയിൽ അധിഷ്ഠിതമായി കൊണ്ട് പ്രവർത്തിക്കുക. ഹദ്റത്ത് മസീഹ് മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ വീടുകളിൽ നല്ല പെരുമാറ്റം കാണിക്കുന്നില്ല എങ്കിൽ പുറത്ത് നിങ്ങൾ എന്ത് നന്മ ചെയ്തിട്ട് എന്താണ്? നിങ്ങളുടെ ഈ നന്മകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെ നന്മയുടെ ഉന്നതമായ നിലവാരം എന്നുള്ളത് വീടുകളിൽ നന്മ പ്രവർത്തിക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ നന്മയുള്ളവനും ഉന്നത സ്വഭാവ ഗുണമുള്ളവനുമാവുകയുള്ളൂ. അല്ലാതെ ലോകത്തിനെ കാണിക്കുന്നതിന് വേണ്ടി പുറത്ത് വലിയ നല്ലവനായതുകൊണ്ട് കാര്യമില്ല. പിന്നീട് പറയുന്നു, ഒരു സ്ത്രീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വാണിംഗ് നൽകുക, അവരെ മനസ്സിലാക്കി കൊടുക്കുക. മനുഷ്യൻ സ്വന്തം ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ മാത്രമാണ് അവനും സ്ത്രീകളെ ഉപദേശിക്കാൻ അർഹതയുള്ളൂ. ഉപദേശിക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നത്, പുരുഷന് നിഷ്കർഷിച്ചിരിക്കുന്നത്, നീ ആദ്യം സ്വയം നന്നാക്കി തീർക്കുക, എന്നിട്ട് സ്ത്രീയെ നന്നാക്കുക എന്നാണ്. മുസ്ലിം ഇസ്ലാം പറയുന്നു, സ്ത്രീകളുടെ ഹൃദയത്തിൽ ഈ കാര്യം ഊട്ടി ഉറപ്പിക്കുക. ദീനിനെ എതിരായിക്കൊണ്ടുള്ള ഒരു കാര്യവും നിന്നിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെടുകയില്ല. എൻ്റെ അനുഭവത്തിലും പല കാര്യങ്ങളുമുണ്ട്. നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. സ്ത്രീകൾ വളരെ ദീനിയായ രീതിയിൽ ജീവിക്കുന്നു,
പുരുഷൻ ദീനിൽ നിന്ന് അകന്നു കഴിയുന്നു. പുരുഷന്മാർ ദീനിൽ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ സ്ത്രീകളെ എങ്ങനെ നിങ്ങൾ പരിഷ്കരിച്ചെടുക്കും? അവരോട് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും നീ സ്വയം നന്നാക്കി തീർക്കുക എന്ന്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അല്ലാഹു തആല സ്ത്രീകളോട് ഉപദേശിക്കാൻ നിഷ്കർഷിച്ചിരിക്കുന്നത് ചില പുരുഷന്മാർ കരുതുന്നത് പോലെ അവരെ അടിക്കാനും തല്ലാനുമുള്ള അനുവാദമുണ്ട് എന്നല്ല. സ്ത്രീകൾ ഇക്കാര്യത്തിൽ പിണങ്ങാറുണ്ട്. അതായത് പുരുഷന്മാർക്ക് ഞങ്ങളെ അടിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിൽ. അതിന് പല നിബന്ധനകളുമുണ്ട്. ഒരു പുരുഷനും തന്നെ അനാവശ്യമായൊരു സ്ത്രീയെ കൈവയ്ക്കാൻ അനുവാദമില്ല. മറിച്ച് സ്ത്രീകളുടെ കടമകൾ അല്ലാഹു തആല ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരോട് ഏറ്റവും മാന്യമായ രീതിയിൽ പെരുമാറുക, അവരോട് നല്ല നിലയിൽ അനുവർത്തിക്കുക എന്ന് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം തൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെരുമാറ്റത്തിൽ ദേഷ്യപ്പെട്ടതായിക്കൊണ്ടും കാണാൻ സാധിക്കും. ഇത് ശരിയായ രീതിയല്ല, താങ്കളുടെ ഭാര്യയോട് പെരുമാറുന്നത് നിർത്തണം എന്ന് അദ്ദേഹം സുഹൃത്തിനോട് പറയുകയുണ്ടായി. ഇത് ജമാഅത്തിനോടുമുള്ള ഉപദേശമാണ്. നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുക, സൗമ്യമായ നിലയിൽ പെരുമാറുക. നിക്കാഹ് എന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ പുരുഷനും സ്ത്രീക്കും തുല്യ ഉത്തരവാദിത്തങ്ങളുണ്ട്. മുഹമ്മദ് സ്വല്ലല്ലാഹു പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായ നിലയിൽ പെരുമാറുന്നവനാണ്. അദ്ദേഹം പറയുന്നു, ശാരീരികവും ആത്മീയമായ നിലയിൽ അവർക്ക് വേണ്ടി നന്മ പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹുവിങ്കൽ ഏറ്റവും വെറുക്കപ്പെട്ടവൻ തലാഖ് ചെയ്യാൻ ധൃതിപ്പെടുന്നവനാണ്. നിങ്ങൾ പാത്രം തല്ലിപ്പൊളിക്കുന്നത് പോലെ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ നിറവേറ്റുന്നതിലേക്ക് ഇസ്ലാം സവിശേഷമായ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നു. ഇസ്ലാം സ്ത്രീകളുടെ കടമകൾ നിറവേറ്റുന്നതിൽ വലിയ ഗൗരവം ഉള്ള മതമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഇസ്ലാമിനെതിരിൽ പല ആക്ഷേപങ്ങളും ഉന്നയിക്കപ്പെടാറുണ്ട്. ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കുന്നു എന്ന രീതിയിലൊക്കെ ആക്ഷേപങ്ങൾ പറയാറുണ്ട്. എന്നാൽ ഇസ്ലാം എല്ലായിടത്തും സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകാനാണ് ശ്രമിക്കുന്നത്. ചില പുരുഷന്മാരും പരാതി പറയാറുണ്ട്, ഞങ്ങൾ വളരെ നല്ല നിലയിൽ പെരുമാറുന്നു സ്ത്രീയോട്, പക്ഷേ സ്ത്രീകളുടെ പല ഡിമാൻഡുകളും ചില സംസാരങ്ങളും വീട്ടിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അതുകൊണ്ട് സ്ത്രീകളും മനസ്സിലാക്കണം, ക്ഷമയോടെ, ദുആയോടെ, ആത്മാർത്ഥതയോടെ തൻ്റെ ജീവിതം വീട്ടിൽ കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുക. കുട്ടികളെ ദീനിയായ നിലയിൽ വളർത്തുക, ദീനിൽ സ്വയം നിലനിൽക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സ്ത്രീകളിൽ വലിയൊരു ഭൂരിപക്ഷം നന്മയിൽ മുന്നേറുന്നവരാണ്, നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പല സ്ത്രീകളും പുരുഷന്മാർ ഒരുപാട് പല കാര്യങ്ങളിലും മുന്നിലാണ്. ഇസ്ലാമിനെതിരിൽ ഉന്നയിക്കപ്പെടുന്ന ഇത്തരം ആക്ഷേപങ്ങൾ അതിനെ വലിയ തോതിൽ ഉയർത്തി കാണിക്കുന്നു. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾക്ക് നൽകപ്പെടുന്നില്ല എന്ന്. ഇതൊക്കെ ദജ്ജാലിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കേണ്ടതാണ്. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയോ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളെയോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചോ ശരിയായ ജ്ഞാനമില്ലാത്ത പല സ്ത്രീകളും ഭൗതികരായ ആളുകളുടെ വാക്കുകൾ കേട്ട് ആ സ്വാധീനത്തിൽ പെട്ടുപോകുന്നു. അതിൽ നിന്നും വിലകി നിൽക്കേണ്ടതാണ്. എല്ലാ സ്ത്രീകൾക്കും, എല്ലാ പെൺകുട്ടികൾക്കും ശൈത്താനിൻ്റെയും ദജ്ജാലിൻ്റെയും ഈ കുതന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് മതങ്ങളിൽ നിന്നും ദീനിൽ നിന്നും അല്ലെങ്കിൽ ജമാഅത്തിനകത്തും കുഴപ്പങ്ങളുണ്ടാക്കുകയും വീടുകളിൽ കുഴപ്പങ്ങളുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വിലകി നിൽക്കേണ്ടതാണ്. ഇസ്ലാം എത്രത്തോളം അവകാശങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സ്ത്രീകളുടെ അവകാശങ്ങൾ ഇസ്ലാം നിലനാട്ടിയതുപോലെ മറ്റൊരു മതവും നൽകിയിട്ടില്ല. ചുരുക്കത്തിൽ പറയുന്നത് വലഹുന്ന മിസ്ലുന്ന അലൈഹിൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നു. ഏതുപോലെ പുരുഷന്മാർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടോ
അതേപോലെ തന്നെ സ്ത്രീകളുടെ മേലും പുരുഷന്മാർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന്. ചില പുരുഷന്മാർ സ്ത്രീകളെ കാൽ കീഴിലെ ചെരുപ്പിനെ പോലെ ഗണിക്കുകയും വളരെ മ്ലേച്ഛമായി കാണുകയും ചീത്ത പറയുകയും നീചരായി കാണുകയും ഒക്കെ ചെയ്യുന്നു. വളരെ മോശമായ നിലയിൽ അവരോട് പെരുമാറുന്നു. ജീവനോടെ അവരെ കുഴിച്ചു മൂടുന്നു. പറയുന്നു, സ്ത്രീകളോടുള്ള പുരുഷൻ്റെ പെരുമാറ്റം യഥാർത്ഥ രണ്ട് സുഹൃത്തുക്കളെ പോലെയായിരിക്കണം. ആ നിലവാരമാണ് ഇസ്ലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നോക്കുക, എത്ര മനോഹരമായ അധ്യാപനമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് ആത്മാർത്ഥരായ സുഹൃത്തുക്കളെ പോലെയാണ്. അങ്ങനെ ആയാൽ മാത്രമേ പരസ്പരമുള്ള അവകാശങ്ങൾ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾക്കുള്ള സാക്ഷി അള്ളാഹുവിന് മുമ്പിൽ സ്ത്രീകളാണ്. അപ്പം സ്ത്രീകളോടുള്ള പെരുമാറ്റം നല്ലതല്ലെങ്കിൽ എങ്ങനെ അള്ളാഹുവിനോട് സുലഹ് ഉണ്ടാക്കാൻ സാധിക്കും? ഭാര്യമാരോട് നല്ല ബന്ധമല്ല എങ്കിൽ അള്ളാഹുവിനോടും നല്ല ബന്ധം ഒരിക്കലും ഉണ്ടാവുകയില്ല. അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലിലും അള്ളാഹുവുമായി കൊണ്ടുള്ള യഥാർത്ഥ ബന്ധം സ്ഥാപിച്ച് കാണിക്കുന്നതും ഒക്കെ കുഴപ്പത്തിലാകുന്നതാണ്. വസീം അസ്സലാം പറയുന്നു, സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി പെരുമാറിയാൽ മാത്രമേ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ വീട്ടുകാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി നല്ലവനായിരിക്കുക. പുരുഷന്മാരെപ്പോഴും മനസ്സിലാക്കുക, അവർ സ്ത്രീകളുടെ കടമകൾ നിറവേറ്റുന്നവരാകേണ്ടതാണ്. സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത്, പുരുഷന്മാരിൽ നിന്നെന്തെങ്കിലും അതിക്രമം ഉണ്ടായാൽ ഇസ്ലാമിക അധ്യാപനങ്ങൾക്കനുസൃതമായിക്കൊണ്ടുള്ള പെരുമാറ്റമല്ല അതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇസ്ലാമിക വീക്ഷണത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ അവിടെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഇസ്ലാമിനെ മോശമായി മനസ്സിലാക്കാതെ ഇസ്ലാമിൻ്റെ അവകാശങ്ങൾ ഇസ്ലാം നിറവേറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജമാഅത്ത് സംവിധാനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ പുരോഗമനം എന്ന പേരിൽ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിങ്ങളുടെ വികാരങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല, നിങ്ങളെ വീട്ടിൽ തളച്ചിട്ടിരിക്കുകയാണ്, പുരുഷന്മാരെ അഴിച്ചു വിട്ടിരിക്കുകയാണ്, അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ രീതിയിൽ പ്രചരിക്കപ്പെടുന്നു. ചില സ്ത്രീകളും പെൺകുട്ടികളും ഈ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അവരുടെ വീട്ടിൽ ഇത്തരം കാഴ്ചകൾ കണ്ടുകൊണ്ട്, അത്തരം അനുഭവങ്ങൾ അവരിൽ ഉണ്ടായതുകൊണ്ട് അവർ ഇത് കണ്ടുകൊണ്ട് ചോദിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. മതത്തിൻ്റെ വിരോധികളായ ആളുകൾ ഇതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നു, ഇതിന് ഇസ്ലാമിനെതിരിൽ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഈ നാടുകളിലുള്ള സാമൂഹിക അവസ്ഥകളിൽ അത്തരം വിഷയങ്ങൾ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു. പറയുന്നു, പുരുഷന്മാർക്ക് എന്തോരം സ്വാതന്ത്ര്യമാണുള്ളത്, അവരാഗ്രഹിച്ചാൽ അവർ വേറെയും വിവാഹം കഴിക്കാൻ പറ്റും. അതായത് വേറൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നു. മനസ്സിലാക്കുക, ഇതും ദജ്ജാലിൻ്റെ ആക്ഷേപങ്ങളിൽപ്പെട്ടതാണ്. അവരാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ഇസ്ലാം ചില സന്ദർഭങ്ങളിൽ വിവാഹത്തിനുള്ള അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കണം, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ പരിശോധിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് രണ്ടാമത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ? നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾ ഭാര്യമാർക്കിടയിൽ നീതിയോടുകൂടി നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ അനുവാദമില്ല. ആദ്യത്തെ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയാവണ്ണം നിറവേറ്റാൻ കഴിയാത്തവൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ അർഹനല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതുവരെ പറഞ്ഞിരിക്കുന്നുവെന്നാൽ, സ്ത്രീകളുടെ
സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാർക്ക് എത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പുരുഷന്മാർ മനസ്സിലാക്കിയാൽ, അത് പൂർണ്ണമായ നിലയിൽ പുരുഷൻ മനസ്സിലാക്കിയാൽ, ഇത്രത്തോളം ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, അവൻ വിവാഹം തന്നെ കഴിക്കാതെ ബ്രഹ്മചര്യം സ്വീകരിക്കാൻ തയ്യാറാകുന്നതാണ്. അല്ലെങ്കിൽ അത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ വിവാഹത്തിലൂടെ പുരുഷന് മേൽ സമർപ്പിക്കപ്പെടുന്നു. ആധുനിക ലോകത്ത് നേരെ തിരിച്ച് പുരുഷന്മാർക്ക് ഒത്തിരി വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ഇസ്ലാമിനെതിരിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. നമ്മുടെ ഒരു ജപ്പാനിലുള്ള ഒരു സുഹൃത്ത് ഇടയ്ക്ക് കാണാൻ വരാറുണ്ട്. അദ്ദേഹം എപ്പോഴും ഈ ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. അദ്ദേഹം അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. വളരെ ഷരീഫായ, വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിൽ 4 വിവാഹങ്ങൾക്കെല്ലാം അനുവാദമുണ്ട്. ഞാൻ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു, 4 വിവാഹത്തിനുള്ള അനുവാദം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിബന്ധനകളോട് കൂടിയാണ്. അതായത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ആദ്യത്തെ ഭാര്യയെ എത്രത്തോളം പരിഗണിക്കണമെന്നാൽ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഭാര്യയ്ക്ക് അതുമൂലം വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവുമെങ്കിൽ, അവന് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ അവൻ പാപത്തിലേക്ക് പോകാനുള്ള ആ വഴികളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ, അവൻ തൻ്റെ ആവശ്യങ്ങളെ ത്യാഗം ചെയ്തുകൊണ്ട് തൻ്റെ ആദ്യത്തെ ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവന് സാധിക്കുമെങ്കിൽ അവൻ ആദ്യത്തെ ഭാര്യയോടുകൂടി ഒരു ഭാര്യയോടൊപ്പം സന്തുഷ്ടമായിക്കൊണ്ട് കഴിയാൻ പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് വിവാഹം കഴിക്കാനല്ല ഇസ്ലാം പറയുന്നത്. അതിനെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആവശ്യങ്ങൾക്കനുസൃതമായിക്കൊണ്ട്, അത് എത്രത്തോളം നിങ്ങൾ തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആ ആവശ്യത്തെ പോലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ ഭാര്യയ്ക്ക് വേണ്ടി വേറെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് മസീഹ് വസ്സലാം പറഞ്ഞിരിക്കുന്നു. വിവാഹം കഴിക്കാൻ പുരുഷന് അനുവാദം ഉണ്ടെങ്കിൽ തന്നെയും സ്ത്രീകൾക്കും നിക്കാഹിൻ്റെ സമയത്ത് എൻ്റെ ഭർത്താവിന് വേറെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ടാകുന്നതല്ല എന്നൊരു നിബന്ധന നിങ്ങൾക്ക് എഴുതിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ എഴുതിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ആ വാഗ്ദാനം ലംഘിക്കാൻ പുരുഷന് അവകാശമുണ്ടായിരിക്കുന്നതല്ല. ആ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് അവൻ വേറെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വാഗ്ദാനം ലംഘിച്ചതിനുള്ള ശിക്ഷ അവന് ലഭിക്കുന്നതാണ്. ഒരു പുരുഷൻ ശരീഅത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പ്രത്യേകമായ നിബന്ധനകളൊന്നും വച്ചിട്ടില്ല എങ്കിൽ വേറെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പിന്നെ മറ്റുള്ളവർക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ തന്നെ സ്ത്രീകളെ ദേഷ്യപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകളെ ആവേശഭരിതരാക്കുന്നതിന് വേണ്ടി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെയും. പുരുഷന് ന്യായമായ അവകാശമാണ്, അവന് ആവശ്യമുണ്ടെങ്കിൽ അവന് വിവാഹം കഴിക്കാൻ അവകാശമുണ്ട്. എന്തായാലും ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഒത്തിരി ആക്ഷേപങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്തു പറഞ്ഞത്. മറ്റൊരാക്ഷേപം കവ്വാം, പുരുഷനെ കവ്വാമാക്കിയിരിക്കുന്നു, അതായത് സ്ത്രീകളെക്കാൾ വലിയൊരു സ്ഥാനം പുരുഷന് നൽകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ യഥാർത്ഥം എന്താണ്? സമൂഹത്തിൽ ഉള്ള തെറ്റുകളെ വിഭാടനം ചെയ്യുന്നതിനുള്ള, ഒരു സമൂഹത്തിനെ സംസ്കരിക്കുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം പുരുഷനാണുള്ളത്. അവൻ സ്വയം സംസ്കരിക്കുകയും തൻ്റെ യഥാർത്ഥമായ സംസ്കരണത്തിലൂടെ അവൻ സമൂഹത്തിന് മാതൃകയാവുകയും പിന്നീട് സ്ത്രീകളുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് മാതൃകയാവുകയും ചെയ്യുന്ന എന്ന ഉത്തരവാദിത്തമാണ് അവന് നൽകപ്പെട്ടിരിക്കുന്നത്. അവൻ സ്വയം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സ്ത്രീകളെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടതാണ്. അല്ല ഞാൻ കവ്വാമാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നൊന്നും പുരുഷന് അവകാശം നൽകപ്പെട്ടിട്ടില്ല. അല്ലാഹു തആല ചിലർക്ക് ചിലരേക്കാൾ കൂടുതൽ ഫദീലത്ത് നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. അത് സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുരുഷന്മാർക്ക് സ്വാഭാവികമായും ചില കരുത്തുകൾ അധികമായി കൊണ്ട് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മൾ പൊതുവിൽ നോക്കിയാലും സ്ത്രീകളെയും പുരുഷന്മാരെയും
വേറെ വേറെ സ്പോർട്സിലും മൈതാനങ്ങളിലുമൊക്കെ വേറെ വേറെ മത്സരങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ യൂറോപ്പിൽ പോലും വ്യത്യസ്തമായ മത്സരങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും വേറെ വേറെയാണ് കളിപ്പിക്കുന്നത്. കാരണം എന്താണ്? അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് മത്സരിക്കാൻ പ്രകൃതിപരമായി കഴിവില്ലാത്തത് കൊണ്ടാണ്. അവരെ ആ കാരണം കൊണ്ടാണ് വേറെ വയ്ക്കുന്നത്. ഖവാം എന്നതുകൊണ്ടുള്ള ഒരു ഉദ്ദേശം ബാഹ്യമായ നിലയിൽ മനുഷ്യന് കൂടുതൽ കരുത്ത് നൽകപ്പെട്ടിരിക്കുന്നു. വീടുകളിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഖവാമാണ് എന്ന കാരണത്താൽ പുരുഷന് തൻ്റെ കടമകൾ വിട്ടുകൊടുത്തുകൊണ്ട് വീടിൻ്റെ അന്തരീക്ഷത്തെ ഊഷ്മളമുള്ളതാക്കി തീർക്കുക എന്ന ഉത്തരവാദിത്തം പുരുഷൻ നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികളും പുരുഷനിൽ നിന്ന് മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ സ്വായത്തമാക്കുന്നവരായി തീരുന്നതിന് വേണ്ടി പുരുഷന്മാർ എപ്പോഴും ഇക്കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകളിൽ നിങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്, ചില കടമകളുണ്ട്. ആ കടമകൾ നിറവേറ്റുക. നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അവർക്കും കഴിക്കാൻ കൊടുക്കുക. നിങ്ങൾ എന്താണോ അണിയുന്നത് അത് അവരെയും അണിയിപ്പിക്കുക. നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങളുടെ ഭാര്യമാർക്കും ഉപയോഗിക്കാൻ നൽകുക. ഒരിക്കലും അവരുടെ മുഖത്തടിക്കരുത്, അവരെ അനാവശ്യമായി ചീത്ത വിളിക്കരുത്. ഇക്കാര്യങ്ങളൊക്കെയും തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ യൂറോപ്യൻ സാഹചര്യങ്ങളിലും ഇവിടെയുള്ള വീടുകളിലും പുരുഷന്മാർ സ്ത്രീകളോട് അതിക്രമം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇസ്ലാമിൽ ഉന്നതമായ ധാർമ്മിക നിലവാരം പ്രകടിപ്പിച്ച സ്ത്രീകളുണ്ടായിട്ടുണ്ട്. നന്മയുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന സ്ത്രീകളുണ്ട്. ഞങ്ങൾക്ക് അവകാശങ്ങൾ കുറവാണ് നൽകിയിരിക്കുന്നത്, പുരുഷന്മാർക്ക് അവകാശങ്ങൾ കൂടുതൽ നൽകിയിട്ടുണ്ട് എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ തന്നെയും പുരുഷന്മാർക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അല്ല, ആ കാര്യത്തിൽ മത്സരമുണ്ടാകേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ചൊരു ഹദീസുണ്ട്. ഒരിക്കലൊരു സ്ത്രീ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അദ്ദേഹം സഹാബാക്കളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അവരൊന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തണ്ടമായിരിക്കട്ടെ. ഞാൻ സ്ത്രീകളുടെ പ്രതിനിധിയായിക്കൊണ്ടാണ്, മുസ്ലിം സ്ത്രീകളുടെ പ്രതിനിധിയായിക്കൊണ്ട് വന്നിരിക്കുന്നു. എൻ്റെ ജീവൻ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. അള്ളാഹു താങ്കളെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. രണ്ടുപേർക്കും വേണ്ടി അള്ളാഹു താങ്കളെ നബിയായിക്കൊണ്ട് നിയോഗിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഐക്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നു. താങ്കൾ അവസാനത്തെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹക്കോടുകൂടി അള്ളാഹു താങ്കളെ നിയോഗിച്ചിരിക്കുന്നു. ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു. താങ്കളെ നിയോഗിച്ച അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുജോലികളിൽ മാത്രം മുഴുകിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ബന്ധനസ്ഥരാക്കപ്പെട്ടിരിക്കുന്നു. വീട്ടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കാരണത്താൽ പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ പുരുഷന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു, ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. എന്നാൽ പുരുഷന്മാർക്കാകട്ടെ ജനാസ നമസ്കരിക്കാനും ജുമാ നമസ്കരിക്കാനും ജമാഅത്തായിട്ട് നമസ്കരിക്കാനും ഹജ്ജിന് പോകാനും രോഗികളെ കാണാനും എല്ലാം കൂടുതൽ നന്മകൾ ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കുന്നു. അതുകൊണ്ട് അവർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരാകുന്നു. എന്തുകൊണ്ടാണ് ഈ ശ്രേഷ്ഠത? അവർക്ക് നന്മകളിൽ അവർ ഞങ്ങളെക്കാൾ ഒത്തിരി മുന്തിപ്പോകുന്നു. അവർ ആഗ്രഹിക്കുമ്പോഴൊക്കെ അവർ നമസ്കരിക്കാൻ പോകുന്നു. എന്നാൽ സ്ത്രീകൾക്കും പോകാമെങ്കിലും സ്ത്രീകൾക്ക് നിർബന്ധമല്ല. ജമാഅത്തായ നമസ്കാരം സ്ത്രീകൾക്ക് നിർബന്ധമല്ല, പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അവർ വീടുകളിൽ നമസ്കരിച്ചാൽ അവർക്ക് നന്മകൾ ലഭിക്കും. അതേപോലെ തന്നെ
ജനാസയിൽ പങ്കെടുക്കുന്നതിനും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം കൂടുതലായിക്കൊണ്ട് പുരുഷന്മാർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇക്കാര്യങ്ങൾ കൊണ്ടെല്ലാം പുരുഷന്മാർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായിരിക്കുന്നു എന്ന് അവർ വന്ന് പറയുകയുണ്ടായി. അവർ ശ്രേഷ്ഠത കൊണ്ട് ഉദ്ദേശിച്ചത് പുരുഷന്മാർ ഞങ്ങളെക്കാൾ ബലവാന്മാരാണ് എന്നുള്ള കാര്യത്തിലല്ല, മറിച്ച് നന്മകളിൽ പുരുഷന്മാർ മുൻപിലാണ് എന്ന കാര്യമാണ് അവർ മുന്നോട്ട് വച്ചത്. അതേപോലെ തന്നെ ജിഹാദുണ്ട്. യുദ്ധങ്ങളിൽ പുരുഷന്മാർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു, ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അവർ ഉംറ ചെയ്യാൻ പോകുന്നു, ഹജ്ജ് ചെയ്യാൻ പോകുന്നു. അവർ ഉംറ ചെയ്യാനും ഹജ്ജിനും പോകുമ്പോൾ അവരുടെ വീടിൻ്റെയും അവരുടെ മക്കളെയും പരിരക്ഷിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ ആ സ്ത്രീ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം ഉന്നയിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്നിട്ടും ഞങ്ങൾ നന്മകളിൽ പുരുഷന്മാരോട് തുല്യരാകുന്നില്ലല്ലോ, എല്ലാം പുരുഷന്മാർക്ക് മാത്രമല്ലേ ലഭിക്കുക? ഇത്രയും ഖിദ്മത്തുകളൊക്കെ ഞങ്ങൾ വീടുകളിൽ ചെയ്തിട്ടും, ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി ഇത്രയും സേവനം ചെയ്തിട്ടും സ്ത്രീകൾക്ക് പുരുഷന്മാരെ മുന്താൻ കഴിയില്ലല്ലോ, ഞങ്ങൾ അവർക്ക് തുല്യരാവുകയില്ലോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ചോദിച്ചത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അദ്ദേഹം സഹാബാക്കളുടെ നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ സ്ത്രീയേക്കാൾ ഉത്തമമായ നിലയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുമോ? ആ സ്ത്രീയുടെ ചോദ്യത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുകയുണ്ടായി. സഹാബാക്കൾ പറഞ്ഞു, സഹാബാക്കളും ആ ചോദ്യത്തെ പുകഴ്ത്തി. ഒരു സ്ത്രീ വന്നുകൊണ്ട് ഇത്രയും ഉന്നതമായ നിലയിൽ ചിന്തിക്കുകയും അതിനധിഷ്ഠിതമായിക്കൊണ്ട് ചോദിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് സ്വഹാബാക്കൾ പറയുകയുണ്ടായി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, താങ്കൾ മടങ്ങിപ്പോവുക. നിങ്ങൾ വീട്ടിൽ പോയി എല്ലാ സ്ത്രീകളോടും പറയുക, ഏതൊരു സ്ത്രീയാണോ പുരുഷൻ്റെ അവകാശങ്ങൾ നിറവേറ്റുകയും അവരുടെ സന്താനങ്ങളെ പരിരക്ഷിക്കുകയും അവരുടെ സമ്പത്തിനെ പരിരക്ഷിക്കുകയും ചെയ്യുന്നത്, ഇവർ പുറത്ത് ചെയ്യുന്ന നന്മകൾ അതിനുള്ള കൂലിയും നിങ്ങൾ ഈ ചെയ്യുന്ന നന്മകൾക്കുള്ള കൂലിയും തുല്യമാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നിങ്ങൾ വീടുകളിൽ താമസിക്കുന്നവരാണ്. നിങ്ങൾ വീടുകളിൽ താമസിക്കുന്നവർ ഞങ്ങൾ വീട്ടിലായതുകൊണ്ട് അടച്ചിട്ടപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ നിർബന്ധിത അവസ്ഥയാണ്. നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കേണ്ടത് ആവശ്യമായി വരുന്നു. പക്ഷേ പുരുഷന്മാർക്ക് നിർബന്ധമാക്കപ്പെട്ട ആ ആരാധനാകർമ്മങ്ങളുടെ കൂലികളും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ അവകാശം ഇസ്ലാം മാത്രമാണ് നൽകിയത്. ഇസ്ലാമിൽ പ്രത്യേകമായിക്കൊണ്ടൊരു നിബന്ധനയും വച്ചില്ല. അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പർദ്ദയെ സംബന്ധിച്ചുള്ള കൽപ്പനയുണ്ട്. ചില ആളുകൾ ആക്ഷേപമായിക്കൊണ്ട് പറയാറുണ്ട്, സ്ത്രീകളെ അടച്ചിട്ടിരിക്കുന്നു പർദ്ദയിൽ എന്നൊക്കെ. അതിന് മസീഹ് മൗഊദ് അലൈഹി വസല്ലം പറയുന്നു, പർദ്ദ എന്നത് സ്ത്രീകളെ ബന്ധനസ്ഥരാക്കുക അല്ലെങ്കിൽ വീട്ടിൽ പൂട്ടിയിടുക എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റാണത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന പ്രകാരം എവിടെ പർദ്ദയെ സംബന്ധിച്ചുള്ള കൽപ്പനയുള്ള സ്ഥലത്ത് തന്നെ പുരുഷന്മാരോടുള്ള കൽപ്പന കണ്ണ് കീഴ്പോട്ടാക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് സ്ത്രീകൾക്കുമുള്ള കൽപ്പന. അതിൽ മസീഹ് മൗഊദ് അലൈഹി വസല്ലം പറയുന്നു, അങ്ങോട്ടും കണ്ണോടിച്ചുകൊണ്ട് ദൃഷ്ടികൾ പായിച്ചുകൊണ്ട് നടക്കാൻ പുരുഷന് അനുവാദമല്ല, മറിച്ച് കണ്ണുകൾ താഴ്ത്തി വയ്ക്കുകയും മോശമായ കാഴ്ചയിൽ നിന്ന് ദൃഷ്ടിയിൽ നിന്ന് തന്നെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള കൽപ്പന പുരുഷനുണ്ട്. ഇത് പുരുഷനുള്ള പർദ്ദയാണ്. അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ള പർദ്ദ. പുരുഷന്മാരോട് സ്ത്രീകളെ തുറിച്ചു നോക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരെ തുറിച്ചു നോക്കാൻ പാടുള്ളതല്ല. മറവുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. സ്ത്രീകൾ പുരുഷൻ്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മോശമായ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്താത്ത നിലയിലുള്ള വസ്ത്രധാരണമായിരിക്കണം. നമ്മൾ ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ കാണുന്നത് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ അക്കാരണത്താൽ സമൂഹത്തിൽ നടക്കുന്നു. മസീഹ് വസല്ലം പറയുന്നു, ഒരു തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മുൻകൂട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിർദ്ദേശമാണുള്ളത്. ഇവിടെ വിശ്വാസിയായ സ്ത്രീകളോട് പർദ്ദയ്ക്കുള്ള കൽപ്പനയുള്ളതുപോലെ തന്നെ
പുരുഷന്മാരോടും സമാനമായ കൽപ്പനയുണ്ട്. നിങ്ങൾ അനാവശ്യമായ നിലയിൽ സ്ത്രീകളുടെ നേരെ ദൃഷ്ടി പായിക്കരുത് എന്നുള്ള കൽപ്പന. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സർവേ നടന്നിരുന്നു. ആ സർവേയിൽ ഈ ചോദ്യമാണ് വന്നത്: സ്ത്രീകളെ ബലാത്കാരമായി പർദ്ദ അണിയിപ്പിക്കുന്നു എന്ന കാര്യം. ഞാനിതിനെ സംബന്ധിച്ച് ലജനകളോട് വിശദമായ മറുപടി പറഞ്ഞിരുന്നു. അവർ അതിന് നല്ല മറുപടികൾ നൽകിയിട്ടുണ്ട്. അതിൽ മസീഹ മഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ഇന്നത്തെ കാലത്ത് പർദ്ദയെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഇസ്ലാമിക പർദ്ദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു കാരാഗ്രഹമല്ല, ഒരു തടസ്സമല്ല, മറിച്ച് അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിലുള്ള ഇടകലരനെ അത് വിരോധിക്കുന്നു, തടുക്കുന്നു. യാതൊരു തടസ്സവുമില്ലാതെ തുറന്ന നിലയിൽ സ്ത്രീക്കും പുരുഷനും ഇടകലർന്ന് നടക്കാനും കൂടിക്കലരാനും അനുവാദം നൽകുന്ന ഒരു സദസ്സിൽ അതായത് ഇത്തരം കാര്യങ്ങളെ സ്ത്രീ വലിയ പുരോഗതിയായി മനസ്സിലാക്കുന്നു. ഒരേ വീട്ടിൽ അടച്ചിടപ്പെട്ട വീട്ടിൽ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒരുമിച്ചിരിക്കുന്നത് ഈ സമൂഹത്തിന് സാധാരണമായിരിക്കുന്നു. അവരിതിനെ ന്യായീകരിക്കുന്നു. അപ്പം അത്തരം ഇടപെടലുകളിലൂടെ മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നു, പലപ്പോഴും കേസുകളിലേക്ക് നയിക്കപ്പെടുന്നു. ഇവിടെ യൂറോപ്പിലൊക്കെ വലിയ തോതിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഒരേ വീട്ടിൽ അന്യ പുരുഷനെ താമസിക്കാൻ അനുവാദം നൽകുകയും പിന്നീട് ആ പുരുഷനെതിരിൽ കേസ് കൊടുക്കുകയും ചെയ്യുന്ന ധാരാളം സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയുമൊക്കെ ഒന്നിച്ച് കഴിഞ്ഞ ശേഷം പുരുഷന് മേലിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പരാതികൾ നൽകപ്പെടുന്നു. എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് എന്തെങ്കിലും മറ്റെന്തെങ്കിലും മോശമായ പ്രവർത്തനം ഉണ്ടാവുകയോ ചെയ്താൽ അവനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി, അവനെ നാണം കെടുത്തുന്നതിന് വേണ്ടി അവനെതിരിൽ കേസ് കൊടുക്കുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ തന്നെ പാടുള്ളതല്ല. അതായത് തെറ്റിലേക്ക് നയിക്കപ്പെടുന്ന, വീഴ്ചയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ തടയുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ രീതി. അനാവശ്യമായ നിലയിൽ ഒരു സ്ത്രീയും പുരുഷനും അന്യ സ്ത്രീയും പുരുഷനും ഒന്നു ചേരുമ്പോൾ മൂന്നാമനായിക്കൊണ്ട് അവിടെ ശൈത്താൻ വരുന്നു എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ആധുനിക സമൂഹത്തിൽ തെറ്റിൻ്റെ വ്യാപനമുണ്ടാകുന്നത്. ഇസ്ലാമിൽ ഒരു രീതിയിലുമുള്ള ഞെരുക്കവുമില്ല. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഡോക്ടറെ പോയി കാണുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല. ഇസ്ലാം ആ രീതിയിലുള്ള അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമായ നിലയിൽ നൽകിയിരിക്കുന്നു. അനന്തരാവകാശത്തിൽ സ്ത്രീക്ക് സ്ഥാനം നൽകിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകളുടെ കടമകൾ, സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്ന നിലയിൽ ഇസ്ലാം എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക അധ്യാപനം എന്നതൊരു നിയമത്താണ് സ്ത്രീകൾക്ക്. സത്യത്തിൽ അതവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ മനസ്സിലാക്കുകയും അള്ളാഹു അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, അതായത് തൻ്റെ വരാനുള്ള തലമുറയ്ക്ക് നല്ല തർബീയത്ത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം, ജമാഅത്തിൻ്റെ ദീനീപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക, രാജ്യത്തിൻ്റെ സേവനത്തിൻ്റെ ഭാഗമായി മാറുക, അങ്ങനെ അള്ളാഹുവിൻ്റെ ശരിയായ അടിയാറായി തീർന്നുകൊണ്ട് സ്വർഗീയമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. ഭൗതിക ലോകത്ത് വലിയ വലിയ ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ വലിയ ആളായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇനി അടുത്തൊരു ലോകമുണ്ട്, ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക്
ശിക്ഷയ്ക്ക് വിധേയരാകുന്നതാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസിയായി തീരാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതാണ്. ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. പല കാര്യങ്ങളിലും പുരുഷന്മാരുടെ അവകാശങ്ങൾ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ ഒരേ സത്തയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, സ്ത്രീയും പുരുഷനും. അതുകൊണ്ട് സ്ത്രീ മനസ്സിലാക്കുക, അവരവരുടെ സംസ്കരണത്തിനുള്ള മാതൃക എപ്പോഴും കാണിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാനുള്ള മാർഗം സ്വായത്തമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി തൻ്റെ അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുകയും ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുകയും തങ്ങളുടെ സന്താനങ്ങളുടെ തർബീയത്തിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുകയും വരാനുള്ള തലമുറയിൽ നന്മയുള്ള ഭാര്യമാരുണ്ടാകാൻ, നന്മയുള്ള ഉമ്മമാരുണ്ടാകാൻ, നന്മയുള്ള ഭർത്താക്കന്മാരുണ്ടാകാൻ, നന്മയുള്ള ഭാര്യമാരുണ്ടാകാൻ നിങ്ങൾ ഒരു പുതിയ സമൂഹത്തിൻ്റെ, ഒരു ധാർമ്മിക ഗുണമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത ദീനിനെ ദുനിയാവിനേക്കാൾ ഞങ്ങൾ മുൻതൂക്കം നൽകുമെന്ന പ്രതിജ്ഞ ചെയ്തവരിൽ നിന്നും അത്തരത്തിലുള്ള ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾക്കനുസരിച്ച് ആകൃതനായ ഇക്കാലത്തെ മസീഹ് മൗഊദ് അലൈഹി സ്വലാം അംഗീകരിച്ച നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വാഖരീന മിൻഹും ലമ്മാ യഹ്ലഖു ബിഹിം, അദ്ദേഹത്തിൻ്റെ ജമാഅത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇതുവരെ അവരോട് ചേർന്നിട്ടില്ലാത്തൊരു സമുദായത്തിലേക്ക് അല്ലാഹു തആല മസീഹ് മൗഊദിനെ നിയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മസീഹ് മൗഊദിനെ സംബന്ധിച്ച് പറയുന്നത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇതാണ്: ഏതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശപ്പെട്ട ഒരു സമൂഹത്തെ, ദീനിൽ നിന്ന് അകന്നു പോയൊരു സമൂഹത്തെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവന്നുവോ, അള്ളാഹു അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും അവരിൽ പരിശുദ്ധമായ മാറ്റമുണ്ടാക്കിയെടുക്കുകയും ചെയ്തതുപോലെ നിങ്ങളും അതേപോലുള്ള ആളുകളാണ്. വഴിപിഴച്ച ഒരു കാലഘട്ടത്തിൽ എന്നെ നിയോഗിച്ചുകൊണ്ട് ആ സഹാബി, ഞാൻ പറഞ്ഞതുപോലെ ആ സഹാബിയായ വനിത വന്നുകൊണ്ട് അവർ സംസാരിച്ചത് ദീനീപരമായ അവകാശങ്ങളെ സംബന്ധിച്ചാണ്. ഭൗതികമായ കാര്യങ്ങളിൽ എനിക്ക് ഇന്ന അവകാശങ്ങൾ കിട്ടിയില്ല എന്നല്ല അവർ പരാതി പറഞ്ഞത്. ആ ഉന്നതമായ സ്ഥാനങ്ങൾ മനസ്സിലാക്കിയവരായിരുന്നു സ്വഹാബാക്കൾ. സമാനമായ നിലയിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആളുകളും ആ നിലവാരത്തിലുള്ളവരായിരിക്കേണ്ടതാണ്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷൻ സ്വയം സംസ്കരിക്കപ്പെടുകയാണെങ്കിൽ, പുരുഷൻ സ്വയം സ്വഭാവത്തിൽ പരിഷ്കരണമുണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ സ്ത്രീകളെയും പരിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അവരിൽ ദീനിന് മുൻതൂക്കം നൽകുന്നവരാണെങ്കിൽ മാത്രമേ അവർ സ്ത്രീകളെയും പരിഷ്കരിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു മുഅ്മിൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വാഖരീന മിൻഹും ലമ്മാ യഹ്ലഖു ബിഹിം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അവസാന കാലഘട്ടത്ത് വരാനുള്ള ഒരു ജനസമൂഹത്തെ സംബന്ധിച്ചാണ്. അവരും അന്ധകാരത്തിൽപ്പെട്ട വഴിപിഴച്ച ഒരു സമൂഹമായിരിക്കും. ആ സമൂഹത്തെയും അല്ലാഹു തആല സഹാബാക്കളെ പോലെ മാറ്റിയെടുക്കുന്നതാണ് എന്ന്. എന്തൊക്കെ അടയാളങ്ങൾ സഹാബാക്കൾക്ക് നൽകപ്പെട്ടുവോ ഈ സഹാബാക്കൾക്കും ആ ഗുണഗണങ്ങൾ നൽകപ്പെടും. അപ്പോൾ നമ്മൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചവരാണ്. നമ്മൾ നന്മയിലേക്കാണോ നമ്മുടെ ചുവടുകൾ മുന്നോട്ട് വരുന്നത്, അതോ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണോ? സഹാബാക്കൾ ഏത് രീതിയിലാണ് അവരുടെ ഉള്ളിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? സ്വഹാബിയാത്തുകൾ ഏത് രീതിയിലാണ് അവരുടെ ഉള്ളിൽ പരിഷ്കരണങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? കേവലം ഭൗതികമായ കളിചിരികളിൽ, കളിതമാശകളിൽ നമ്മൾ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കൂട്ടത്തിലും അത്തരത്തിലുള്ള പല സ്ത്രീകളുമുണ്ട്. അവർ ഉന്നതമായ നിലവാരമുള്ളവരാണ്. സാമ്പത്തിക ത്യാഗത്തിലും സ്വഭാവ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും. സാമ്പത്തിക ത്യാഗത്തിൻ്റെ കാര്യം വരുമ്പോൾ ലജ്നായമായില്ല, വളരെ മികച്ച നിലയിൽ നന്മയിൽ അവർ മുന്നേറുന്നതായിക്കൊണ്ട് കാണുന്നു. സാമ്പത്തിക ത്യാഗം മാത്രമല്ല നന്മ, തങ്ങളുടെ നിലവാരത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളത്, സ്വഭാവ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത്, സന്താനങ്ങൾക്ക് മികച്ച തർബീയത്ത് നൽകുക എന്നുള്ളത്, അവരെ പരിശുദ്ധ വ്യക്തികളാക്കി തീർക്കുക എന്നുള്ളത്, സമൂഹത്തിനും രാജ്യത്തിനും ഗുണകരമായ നിലയിൽ സന്താനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതും സ്ത്രീകളുടെ ഉത്തരവാദിത്തമാണ്.
സ്വഹാബിയായ വനിതകളിൽ രാത്രികളിൽ ആരാധനയിൽ മുഴുകുകയും പകൽ നോമ്പ് വെക്കുകയും ചെയ്യുന്ന വനിതകളുണ്ടായിരുന്നു. ചില സഹാബാക്കൾ വന്നുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുമായിരുന്നു, ഒരു രാവും പകലും ഇബാദത്തിൽ കഴിച്ചു കൂട്ടുകയാണെന്ന്. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിലക്കുകയുണ്ടായി. ഇത് മാത്രമല്ല, ഇബാദത്ത് നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട നിങ്ങളുടെ നിർബന്ധ കടമകൾ കൂടി നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിലക്കുകയുണ്ടായി. അപ്പോൾ ഇസ്ലാം വളരെ ബാലൻസ് ചെയ്യപ്പെടുന്ന ഒരു മതമാണ്. ആരാധനകളിലും ഉന്നതമായ നിലവാരം പുലർത്തണം, എന്നാൽ അതോടൊപ്പം തന്നെ സന്താനങ്ങളുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിലും സ്വന്തം അവകാശങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലും സമൂഹത്തിൻ്റെ അവകാശങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലും ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ സൃഷ്ടിച്ചെടുത്ത ആ ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളിൽ ഓരോ അഹമ്മദിയും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ ഞാൻ സ്ത്രീകളോട് മാത്രമല്ല പറയുന്നത്, ഞാൻ മുൻപും പറഞ്ഞതുപോലെ, ഇന്നലെ പറഞ്ഞതുപോലെ പുരുഷന്മാരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മാതൃക നിലനാട്ടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങൾ പരിഷ്കരിക്കുന്നില്ലെങ്കിൽ, എന്തൊക്കെ അവകാശങ്ങളാണ് നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട നിറവേറ്റുന്നില്ലെങ്കിൽ, ഒരു വീടിൻ്റെ ഉത്തരവാദിത്തി എന്ന നിലയിൽ നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ആ കടമകൾ നിങ്ങൾ നിറവേറ്റണം. ആ നിറവേറ്റില്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദികളാണ്. നിങ്ങൾക്കുള്ളിൽ ഒരു പരിശുദ്ധ മാറ്റമുണ്ടാക്കിയെടുക്കണം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്തതിൻ്റെ കടമകൾ നിങ്ങൾ നിറവേറ്റണം. സന്താനങ്ങൾക്ക് തർബീയത്ത് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. സമൂഹത്തിലെ പരീക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ഈ ഒരു ഇസ്ലാമിൻ്റെ മനോഹരമായ സന്ദേശത്തെ ലോകത്ത് വ്യാപിപ്പിക്കണം. ഈ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മസീഹ് മൗഊദിൻ്റെ കയ്യിൽ ബയ്യത്ത് ചെയ്തിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, അലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഹവുൻ വലഇബുൻ വസീനത്തുൻ വതഫാഖറുൻ വതകാസുറുൻ ഫിൽ അംവാൽ വൽ ഔലാദ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഭൗതിക ജീവിതത്തെ വെറും കളിതമാശയായി മനസ്സിലാക്കുക, അറിയുക. ഭൗതിക ജീവിതം എന്നുള്ളത് കേവലം ഒരു കളിതമാശയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം വെറും കളിതമാശകളിൽ മുഴുകിയിരുന്നു കൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നഫ്സിൻ്റെ ഇച്ഛകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഭൗതികരായ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുക എന്നുള്ളതല്ല. അത് നിങ്ങളുടെ ഉദ്ദേശമല്ല. ഇത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉന്നതമായ ലക്ഷ്യങ്ങളിൽ നിന്ന് വഴികെടുത്തുന്ന കാര്യങ്ങളാണ്, വഴിമുടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിൻ്റെ കാര്യത്തിലോ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിലോ അഹങ്കരിക്കേണ്ടതില്ല. ഇതൊക്കെയും തന്നെ നിങ്ങളിൽ ഒരു പരിശുദ്ധമായ വിപ്ലവമുണ്ടാക്കിയെടുക്കുന്നതായിരിക്കണം. ലോകത്തിനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ കൊണ്ടുവരുന്നവരായി തീരേണ്ടവരാണ് നമ്മൾ. നിങ്ങളുടെ വീടുകളിൽ സമാധാനം അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ വീടുകളിൽ നല്ല പെരുമാറ്റം കാഴ്ചവെച്ചാൽ മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇസ്ലാം നമ്മളുടെ അവകാശങ്ങളെ നിറവേറ്റുന്നു എന്നതുപോലെ തന്നെ നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുമുണ്ട് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിക്കൊണ്ട് നമ്മൾ പരിശുദ്ധമായൊരു മാറ്റമുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, സമൂഹത്തിലൊരു പരിശുദ്ധമായ മാറ്റമുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ലോകം നമ്മളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നിർബന്ധിതരാകും. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കാൻ അവർ നിർബന്ധിതരാകും. അത് മനസ്സിലാക്കാൻ മാത്രമല്ല, അത് പഠിക്കാനും ഇസ്ലാം സ്വീകരിക്കാനും അവർ തയ്യാറാകും. അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് അവർ മടങ്ങി വരുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടുക്കീഴിലേക്ക് അവർ വരുന്നതാണ്. ഈ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തുക. ഇന്ന് ലോകത്തെ തബ്ലീഗിൻ്റെ ജോലി പുരുഷൻ്റേത് മാത്രമല്ല, സ്ത്രീകളുടേതും കൂടിയാണ്. സ്ത്രീകളുടെ തബ്ലീഗ് വിജയപ്രദമാകണമെങ്കിൽ അവർ എല്ലാ കോംപ്ലക്സുകളിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഇസ്ലാം ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും നിറവേറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് സ്ത്രീകൾ നിയ്യത്ത് ചെയ്യുമ്പോഴാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് അല്ലാഹു തആല ആ രീതിയിലുള്ള സ്ത്രീകളാക്കി തീർക്കട്ടെ. നിങ്ങൾ സന്താനങ്ങളുടെയും
നിങ്ങളുടെ പുരുഷന്മാരുടെയും എല്ലാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്തു വന്നിരിക്കുന്നത്, ആ ലക്ഷ്യത്തെ നിങ്ങളേവരും സ്ത്രീകളും പുരുഷന്മാരും പൂർത്തീകരിക്കുന്നവരായി തീരട്ടെ. നിങ്ങളുടെ മാതൃകകൾ നല്ലതാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ പുരുഷന്മാരിൽ എന്തെങ്കിലും ബലഹീനതയുണ്ടെങ്കിൽ നിങ്ങളുടെ മാതൃക കൊണ്ട് ആ ബലഹീനതകൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ നന്മകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് ശിക്ഷണം നൽകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സന്താനങ്ങളോടൊപ്പം പുരുഷനെയും നിങ്ങൾ കടമകൾ നിറവേറ്റുന്നുണ്ടെങ്കിൽ, ഇസ്ലാം നിങ്ങൾക്ക് നൽകിയ അവകാശങ്ങൾ, അതിൻ്റെ ഉദ്ദേശം എന്നത് നിങ്ങൾ സമൂഹത്തിന് പ്രയോജനകരമായി തീരുക എന്നതാണ്. ആ ലക്ഷ്യത്തെ നിറവേറ്റുന്നതിനായിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ കഴിവുകളെയും പൂർണ്ണമായ നിലയിൽ നിയോഗിക്കേണ്ടതാണ്. അല്ലാഹു തആല നിങ്ങൾക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വരുന്ന തലമുറയ്ക്കും ദീനിനെ ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്നതായി തീരട്ടെ. നല്ല തലമുറകൾ അതിൽ നിന്നുണ്ടാകട്ടെ. നല്ല ഭാര്യാഭർത്താക്കന്മാർ, നല്ല മാതാപിതാക്കൾ, നല്ല സഹോദരന്മാർ നമ്മുടെ തലമുറയിൽ ഉണ്ടാകട്ടെ. മുഴുവൻ ലോകവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടുക്കീഴിൽ തൗഹീദിൻ്റെ വിളംബരം ചെയ്യുന്നവരായി കൊണ്ടൊന്നിക്കുവാൻ അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുക.